ഒരു മനോഹരമായ ഒരു ചിത്രീകരണമുണ്ട്. ഈശോ ആ കുരിശിനെ ഇങ്ങനെ പിടിച്ചിട്ട് അതിനൊരു ഉമ്മ കൊടുക്കുകയാണ്. തന്റെ സഹനങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഇതെനിക്കെന്റെ പിതാവ് തന്ന പാനപാത്രമാണ് എന്ന ഒരു ചിന്തയോടുകൂടെ ഈ കുരിശ് എന്റെ ജനത്തെ രക്ഷിക്കാനുള്ള ഒരായുധമാണ്. ഇല്ലേ? യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും നല്ല ആയുധം ലഭിക്കുന്ന യോദ്ധാവ് ആ ആയുധം സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് പോലെ ഈശോ ആ കുരിശിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനൊരു ഉമ്മ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ തിരുമുഖം ഏത് തിരുമുഖമാണ്? കുരിശിനെ ചുംബിക്കുന്ന തിരുമുഖം. കുരിശിനെ നിന്ദിക്കുന്ന, കുരിശിനെ തുപ്പുന്ന തിരുമുഖമല്ല, ചുംബിക്കുന്ന തിരുമുഖം. കുരിശിനെ തള്ളിപ്പറയുന്ന തിരുമുഖമല്ല. ഇതെങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന തിരുമുഖമല്ല, ആ കുരിശിനെ പിതാവ് തന്ന ഒരു സമ്മാനം പോലെ ചുംബിച്ച് സ്വീകരിക്കുന്ന തിരുമുഖം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴിയിലെ രണ്ടാമത്തെ തിരുമുഖം ഏതാണ്? കുരിശിനെ ചുംബിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആരൊക്കെയാണ് നമുക്ക് കുരിശുകളായി മാറാറുള്ളത്? എല്ലാവർക്കും പറയണമെന്നുണ്ട്, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ ചില വ്യക്തികൾ കുരിശുകളായി മാറാറുണ്ട്. ചില സഹനങ്ങൾ കുരിശുകളായി മാറാറുണ്ട്. ചില പ്രയാസങ്ങൾ, വ്യക്തികൾ, ചില സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗങ്ങൾ, അല്ലേ? ചിലപ്പോൾ ചില വ്യക്തികൾ ചിലന്റെ സഹനങ്ങളെ, ജീവിതത്തിലെ കുരിശുകളെ നീ സ്വീകരിക്കാൻ അത് നെഞ്ചോട് ചേർത്ത് വെച്ച്, അത് കുഴപ്പമില്ല, അതെനിക്ക് കർത്താവ് തന്നൊരു സഹനമാണ്. ഒരു പരാജയമാകാം, ഒരു നഷ്ടമാകാം, ഒരു നിനക്കെതിരെ വന്ന ഒരു ആരോപണമാകാം, എന്തുമായിക്കൊള്ളട്ടെ, ആ കുരിശിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളതാണ് ഈ രണ്ടാം സ്ഥലം എന്ന് പറയുന്നത്.